ഹലോ ഗൈസ്, റിയൽമി GT Neo 2 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു മികച്ച ഒരു ഡിസൈനിലും അതുപോലെ തന്നെ ഒരു ബെസ്റ്റ് ഫ്യൂച്ചർ ലോഡഡ് സ്പെസിഫിക്കേഷനൊക്കെ ആയിട്ടാണ് ഈ ഒരു ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ഒരു ഫോണിൻ്റെ ടോട്ടലി ഒരു സ്പെസിഫിക്കേഷൻ ബേസിലുള്ള ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. അപ്പോൾ ഒട്ടും സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 6.62 ഇഞ്ചിൻ്റെ സാംസങ് E4 AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കൂടി കൊടുത്തിട്ടുണ്ട്. കൂടാതെ 600 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കൂടി ഈ ഒരു ഫോണിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ്സും HDR10+ൻ്റെ സപ്പോർട്ടും കൂടി ഇതിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഇതുവരെ കേട്ടതിൽ വെച്ച് ചിലപ്പോൾ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോണിൽ കൊടുത്തിട്ടുള്ളത്. കാരണം സാംസങ്ങിൻ്റെ E4 എന്നൊരു AMOLED ഡിസ്പ്ലേ ആണ്. അതായത് സാധാരണ E3 എന്ന ഡിസ്പ്ലേ ആണ് വരാറുള്ളത്. ഇതിൽ E4 എന്ന ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും മികച്ച ഒരു ഡിസ്പ്ലേ പെർഫോമൻസും അതുപോലെ തന്നെ ബാറ്ററി കൺസംഷൻ എന്ന് സാധാരണ കിട്ടുന്നതിനേക്കാൾ അരമണിക്കൂർ കൂടുതൽ നമുക്ക് ബാറ്ററി കപ്പാസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഇതിൽ 600 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഞാൻ കണ്ടത് ഏറ്റവും കൂടുതൽ 240 ഹെർട്സ് ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിൽ അത് 600 ഹെർട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ച് നോക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ 1200 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ആണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ 650 നിറ്റ്സ് ഒക്കെയാണ് കാണാറുള്ളത്. ഇതിൽ 1200 എന്ന് പറയുമ്പോൾ അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേയുടെ ഭാഗം നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ഡിസ്പ്ലേ ആണ് ഇവർ GT Neo ഈ ഒരു റിയൽമി ഈ ഒരു ഫോണിലേക്ക് കൊടുത്തിട്ടുള്ളത്. ഏതായാലും ഡിസ്പ്ലേയുടെ ഭാഗത്ത് യാതൊരുവിധ ഇഷ്യൂസും ഇല്ലാതെ ഒരു പവർഫുൾ ഡിസ്പ്ലേ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ പെർഫോമൻസിൻ്റെ സൈഡിലേക്ക് വന്നാൽ സ്നാപ്ഡ്രാഗണിൻ്റെ 875G എന്നൊരു ചിപ്പ് സെറ്റാണ് കൊടുത്തിട്ടുള്ളത്. സ്നാപ്ഡ്രാഗണിൻ്റെ ഏറ്റവും ടോപ്പ് പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗണിൻ്റെ 888 എന്നൊരു പ്രൊസസ്സർ. അതിൽ കുറച്ച് ഹീറ്റിംഗ് ഇഷ്യൂസ് ഒക്കെ വരുന്നു എന്ന് പല ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ റിപ്പോർട്ടും അതുപോലെ തന്നെ മറ്റ് കമൻറ്റൊക്കെ കേൾക്കുന്നുണ്ട്. ഏതായാലും അതിനേക്കാൾ കുറച്ചുകൂടി താഴെയുള്ള ഒരു പ്രൊസസ്സറാണ് സ്നാപ്ഡ്രാഗൺ 870 എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലൊരു ടോപ്പ് പെർഫോമൻസ് നമുക്ക് ലഭിക്കും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് 11 അധിഷ്ഠിതമായ റിയൽമിയുടെ സ്വന്തം യൂസർ ഇൻ്റർഫേസായ Realme UI 2 ഇത് പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ 8GB 12GB എന്ന റാമൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഡൈനാമിക് റാം എന്നൊരു ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇത് റിയൽമി അവകാശപ്പെടുന്നത് നമുക്ക് ഇൻറ്റേർണൽ മെമ്മറിയെ എക്സ്പാൻഡ് ചെയ്ത് റാമിലേക്ക് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. അതായത് 19GB റാം വരെ എക്സ്പാൻഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ റിയൽമി അവകാശപ്പെടുന്നത്. ഏതായാലും പെർഫോമൻസിൻ്റെ സൈഡിൽ ഒരു മികച്ച ഒരു സെറ്റപ്പ് തന്നെയാണ്. അതുകൂടാതെ GT മോഡ് 2 എന്നൊരു ഓപ്ഷനും കൂടി ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് GT മോഡൊന്ന് ഓൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫോണൊന്ന് ബൂസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലോഗോ അല്ലെങ്കിൽ ആ ഒരു ആനിമേഷനൊക്കെ കണ്ട് ഫോണിൻ്റെ ഏറ്റവും ടോപ്പ് പെർഫോമൻസ് നിലയിലേക്ക് അത് കൊണ്ടുപോകും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗെയിമിങ്ങിന് വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് ലഭിക്കുക. ഇനി ഇതിൻ്റെ ക്യാമറയുടെ സൈഡിലേക്ക് വന്നാൽ 64 മെഗാ പിക്സലിൻ്റെ ഒരു മെയിൻ ക്യാമറയും 8 മെഗാ പിക്സലിൻ്റെ ഒരു അൾട്രാവൈഡും 2 മെഗാ പിക്സലിൻ്റെ ഒരു മാക്രോ സെൻസറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ മൊത്തമായിട്ട് കൺഫേം ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏതായാലും ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ എന്ന് ഈ ഒരു സെറ്റപ്പിലാണ്. അതുപോലെ തന്നെ 16 മെഗാ പിക്സലിൻ്റെ ഒരു സെൽഫി ക്യാമറയുമാണ്. അപ്പോൾ ക്യാമറ ഒക്കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെക്ക് ചെയ്യണം. ബട്ട് സ്പെക് ഷീറ്റ് ഈസ് ഓൾവേസ് ഗുഡ്. അപ്പോൾ ഒരു മികച്ച ഒരു സ്പെക് ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു സെറ്റപ്പ് തന്നെയാണ് ക്യാമറയുടെ ഭാഗത്ത് ഇത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ബാറ്ററിയുടെ സൈഡിലേക്ക് വന്നാൽ 5000 mAh ഒരു ബാറ്ററിയും 65 വാട്ടിൻ്റെ സൂപ്പർ ഡാർട്ട് ചാർജറുമാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാറ്ററി ഏകദേശം 35 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് 0 to 100% ചാർജ് ചെയ്യുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഒരു 50 വെച്ച് ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 15-20 മിനിറ്റ് കൊണ്ട് നമുക്ക് ഫുൾ ചാർജ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇത് നമുക്ക് 8GB 128GB എന്നൊരു വേരിയൻറ്റും 8GB 256GB എന്നൊരു വേരിയൻറ്റും 12GB 256GB എന്നൊരു വേരിയൻറ്റും നമുക്കിതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസർ അവൈലബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമുക്ക് 3 കളർ വേരിയൻറ്റിനാണ് അവൈലബിൾ ആയിട്ടുള്ളത്. നിയോ ബ്ലാക്ക്, നിയോ ബ്ലൂ, നിയോ ഗ്രീൻ എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ 8.6 mm തിക്നെസ്സോടുകൂടി 200 ഗ്രാം വെയിറ്റാണ് ഇത് വരുന്നത്. ഏകദേശം 200 ഗ്രാമിന് മുകളിലുള്ള ഫോണുകളൊക്കെയാണ് എല്ലാവരും വെയിറ്റ് എന്ന് പറയുന്നത്. ബട്ട് ഇതൊരു നോർമൽ വെയിറ്റ് ആണ്. അതുപോലെ തന്നെ ഇനി ഇതിൻ്റെ പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഇപ്പോൾ കൺഫേംഡ് ആയിട്ടില്ല. ഏകദേശം 28-30 ആ ഒരു റേഞ്ചിലായിരിക്കും അതിൻ്റെ പ്രൈസ് വരിക എന്നാണ് ഇപ്പോൾ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഏതായാലും ഒരു മികച്ച ഒരു ഗെയിമിംഗ് സെറ്റപ്പാണ്. അതുകൂടാതെ ഒരു മികച്ച ഒരു ഡിസൈൻ അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ കളറൊക്കെ വളരെ മികച്ച ഒരു
കളർ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഫോണിൻ്റെ ക്യാമറ മൊഡ്യൂളൊക്കെ ഒരു OnePlusൻ്റെ ഒരു ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുകയും ഇനി ഇതുപോലുള്ള നല്ല നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.